ഹലോ ഫ്രണ്ട്സ്, മൂന്ന് അപ്ഡേറ്റ്സ് എന്നതിലേക്ക് സ്വാഗതം. അറിവാന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പോസ്റ്റർ വന്നിരിക്കുകയാണ്. ആനന്ദ് നാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇതിൽ അഭിനയിക്കുന്നത്. പിന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിടത്തിന് ഉപഹാര സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിഞ്ഞു. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞിടത്തിന് എ സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള ഓൾറെഡി മുന്നേ പറഞ്ഞാണ്. ഇപ്പോൾ എന്തായാലും ബുക്ക് മൈഷോയിലുള്ള ഇൻട്രസ്റ്റ് 100K+ ആയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഒന്ന് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ നിലാവുക്ക് എന്മേൽ എന്നാടി കോപം എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ പടം. അവിടുത്തെ റിലീസ് ഫെബ്രുവരി 7 2025 എന്നുള്ള കൺഫേം ചെയ്തു. എന്തായാലും തമിഴ്നാട് തിയേറ്ററിക്കൽ റൈറ്റ്സ് റെഡ് ജെയിൻ മൂവീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ രുദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്ബി ഷെട്ടിയും അപർണ ബാലമുരളി അഭിനയിക്കുന്ന പടത്തിന്റെ കന്നഡ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ വിടാമറിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിന്റെ പടത്തിന്റെ ബിഹൈൻഡ് ദ സീൻ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്വയംഭൂ എന്ന് പറഞ്ഞ പടത്തിലത്തെ നബ നട്ടേഷിന്റെ പേര് സുന്ദര വല്യ എന്നാണെന്ന് അറിയിച്ചുകൊണ്ട് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ സ്ക്വിഡ് ഗെയിം 2 എന്ന് പറഞ്ഞ പടം നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 26 റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ 2 പോസ്റ്റേഴ്സ് വന്നു പുതിയതായിട്ട്. ഞാൻ കട്ട വെയിറ്റിംഗിലാണ് ഈ സീരീസ് കാണാൻ. പിന്നെ സെൽവരാഗന്റെ അടുത്ത പടം അനൗൺസ് ചെയ്യാൻ പോവാണ് നാളെ 6:00. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ആള് ഡയറക്ഷൻ ചെയ്യാൻ പോണ പടം തന്നെയായിരിക്കും. പിന്നെ 28 years later എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം വരുന്നുണ്ട്. ഡാനി ബോയ്ലെ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. അലക്സ് ഗാർലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എഴുതിയിട്ടുള്ളത്. എന്തായാലും ഈ പടം ജൂൺ 20 2025 റിലീസ് എത്താനുള്ള അറിയിച്ചിട്ടുണ്ട്. ഇതിന് ട്രെയിലർ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ അതിൽ കിലിയൻ മുർഫിയുടെ ഒരു ഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഷോട്ട് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. ആകെ എല്ലും പോലെ ആയിട്ട് ഉള്ളിൽ ഇറച്ചില്ലാത്ത രീതിയിൽ എല്ല് മാത്രമായിട്ടുള്ള രീതിയിലാണ് ആ ഫോട്ടോ വന്നിട്ടുള്ളത്. എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സംക്രാന്തി വസ്തുന എന്ന് പറഞ്ഞ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ്. മീനു എന്നാണ് പാട്ടിന്റെ പേര്. എന്തായാലും ആ പാട്ടിന്റെ പ്രൊമോ നാളെ 10:08 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു രാവിലെ. പിന്നെ മിസ്സി എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ധാർത്ഥ അഭിനയിക്കുന്ന പടത്തിന്റെ സ്നീക്ക് പീക്ക് പുറത്തിറങ്ങി. പിന്നെ കീർത്തി സുരേഷിന്റെ വെഡിങ് ആയിരുന്നു. അപ്പോൾ വെഡിങ്ങിന്റെ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും സ്ക്രീൻ കാണിക്കാം. പിന്നെ വെഡിങ്ങിന് തലവതി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീൻ കാണിക്കാം. പിന്നെ മണികണ്ഠന്റെ അടുത്ത റിലീസിന് എത്താൻ പോണ പടമാണ് കുടുംബസ്ഥൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അപ്ഡേറ്റ് ഒന്ന് വരും എന്നുള്ള പറഞ്ഞിരുന്നു. ഇതിൽ വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, അതിലത്തെ ഫസ്റ്റ് സിംഗിൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ദുൽഖർ സൽമാനാന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ആ ഫസ്റ്റ് സിംഗിൾ വരുന്നത് നാളെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ടൈം അറിയിച്ചിട്ടില്ല. പിന്നെ ദുൽഖർ സൽമാൻ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരുന്നു. എന്തായാലും 2 ആഴ്ച കൊണ്ട് ഗ്ലോബലിൽ ട്രെൻഡിങ് 2-ലാണ് കിടന്നുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി തന്നെ ഈ 2 ആഴ്ച കൊണ്ട് 17.8 ബില്യൺ മിനിറ്റാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത്. എന്നുവെച്ചാൽ മില്യൺ അല്ല, ബില്യൺ ആണ്. പിന്നെ ഇന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കുറേ അപ്ഡേറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ നമ്മൾ പറഞ്ഞത് പോലെ ജയിലർ 2 ഒരു പ്രൊമോ ഇന്ന് റിലീസ് ചെയ്യുന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തിനാണ് അവൻ പിന്നെ ഷൂട്ട് ചെയ്ത് വെച്ചത്. എന്തായാലും പുലി എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് ഉണ്ടാവും എന്നുള്ള വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിടന്നുറങ്ങുന്ന 12 റിലീസിനെത്തുള്ളതാണ്. അതൊന്നും വന്നിട്ടില്ല. എന്തായാലും ഒരു ചെറിയ വീഡിയോ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, 6 മണിക്ക് ഇതിന്റെ അപ്ഡേറ്റ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. 6 മണിക്ക് എന്താ വരുന്നതെന്നുള്ള അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് മിക്കവാറും എന്തിൻ്റെങ്കിലും അനൗൺസ്മെന്റോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് പോസ്റ്റർ വല്ലതാവാനാണ് ചാൻസ് തോന്നുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ആളുടെ ബർത്ത്ഡേ ആയിട്ട് തലപതി എന്ന് പറഞ്ഞ പടം റിലീസിന് എത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഏകദേശം 60 ആ ലെവലിലുള്ള തിയേറ്റേഴ്സിലാണ് റിലീസിന് എത്തിയിട്ടുള്ളത്. ഞാൻ എന്തായാലും തിയേറ്റർ ലിസ്റ്റ് കാണിക്കാം. പിന്നെ മമ്മൂട്ടി രജനീകാന്തിന്റെ ബർത്ത്ഡേ വിഷ് കൊണ്ടൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി MMN എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ UAE ഷെഡ്യൂൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ അനിമൽ എന്ന് പറഞ്ഞിട്ടുള്ള സന്ദീപ് റെഡ്ഡി വാങ്ങെടുക്കുന്ന രൺബീർ കപൂർ അഭിനയിച്ച പടം. അവിടത്തിന് 2ാം ഭാഗം വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അതിന്റെ പേര് അനിമൽ പാർക്ക് എന്നുള്ള ഓൾറെഡി കൺഫേം ചെയ്തതാണ്. അപ്പോൾ ഇതിന് 3ാം ഭാഗം ഉണ്ടാവും എന്നുള്ളത് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ ട്രിലോജി ആയിട്ടാണ് പടം വരുന്നത് എന്നുള്ള രീതിയിൽ. 3ാം ഭാഗത്തിന്റെ പേര് അനിമൽ കിങ്ഡം എന്നുള്ള രീതിയിലായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാം. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപ് അഭിനയിക്കുന്ന പടത്തിൽ ക്യാമിയായിട്ട് സുരേഷ് ഗോപി എത്തുന്ന മുന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞ കേൾക്കുന്നത് മോഹൻലാൽ വരുന്നുള്ളതാണ്. എന്തായാലും ആരായാലും വരട്ടെ. 10 ദിവസത്തെ ഷെഡ്യൂളിലാണ് മോഹൻലാലിനെ വിളിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്നുള്ള രീതിയിലാണ് വരാൻ പോകണമെന്നാണ് കേൾക്കുന്നത്. പിന്നെ പുരാണന്നൂർ എന്ന് പറഞ്ഞിട്ട് സൂര്യയും ദുൽഖർ സൽമാനൊക്കെ അഭിനയിച്ചിട്ട് വരാനിരുന്നായിരുന്നു പടം. ഇനി ശിവകാർത്തികനാണ് അഭിനയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് SK25 എന്നുവെച്ചാൽ ശിവകാർത്തികന്റെ 25ാമത്തോടായിട്ട് വരിക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഷൂട്ട് ഡിസംബർ 14 തുടങ്ങും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ മറ്റന്നാൾ കുറേ ടൈം എടുക്കണമായിരിക്കും. അതിന്റെ ഇടയിൽ കൂടെയാണ് മറ്റേ SK24 ഷൂട്ട് ചെയ്യാൻ പോകണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ സൂര്യയുടെ വാടിവാസൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അതിന്റെ അനൗൺസ്മെന്റ് ഈ ജനുവരി 12 പൊങ്കലിനായിട്ട് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട് 2025. എന്തായാലും സൂര്യ അതിൽ ഡബിൾ റോൾ ആയിട്ടാണ് വരാൻ പോകുന്നത്. മാർച്ചിൽ ഷൂട്ട് തുടങ്ങുമെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഗംഭീരമായി വരട്ടെ. കുറേ കാലമായിട്ട് നീണ്ടുപോയിട്ടുള്ള ഒരു പടമാണിത്. പിന്നെ തലവതി 69 അവിടത്തിന്റെ ഫസ്റ്റ് ലുക്ക് ഡിസംബർ 31 5 മണിക്ക് വരുന്ന പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേൾക്കുന്നപ്പോൾ ടൈറ്റിൽ ലുക്കാണ് ഡിസംബർ 31 വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ പടത്തിന്റെ ടൈറ്റിൽ അറിയിക്കുന്ന രീതിയിൽ ജനുവരി 1 അതിന്റെ ഫസ്റ്റ് ലുക്ക് വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ, ഗംഭീരാവട്ടെ. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞിട്ടുള്ള നണ്ടമുറി ബാലകൃഷ്ണൻ അഭിനയിക്കുന്ന പടത്തിന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇതിന്റെ ഫസ്റ്റ് സിംഗിൾ 14 റിലീസാവും എന്നുള്ള അറിയിച്ചുകൊണ്ടാണ്. എസ്തമനാണ് പടത്തിന്റെ മ്യൂസിക് ചെയ്യുന്നത്. എന്തായാലും പാട്ടിന്റെ പേരൊന്നും അറിയിച്ചിട്ടില്ല. നാളെ ഇതിന്റെ പ്രൊമോ വരുന്നുണ്ട് രാവിലെ 10:08 അപ്പോൾ അറിയിക്കുന്നതായിരിക്കും അതിന്റെ പാട്ടിന്റെ പേരൊക്കെ. പിന്നെ ബോയ്പത്ത് ശ്രീനും നണ്ടമുറി ബാലകൃഷ്ണനും 4ാമതായി ഒന്നിക്കുന്ന പടമാണ് അഖണ്ഡ താണ്ഡവം 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം. അഖണ്ഡ എന്ന് പറഞ്ഞ പടത്തിന്റെ 2ാം ഭാഗം. ആ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്, ഒരു മോശം പോസ്റ്ററും വന്നിട്ടുണ്ട്. പടത്തിന്റെ റിലീസ് ഇതിലൂടെ അറിയിച്ചിരിക്കുകയാണ്. അത് സെപ്റ്റംബർ 25 2025 അഖണ്ഡ കുഴപ്പമില്ലാത്തൊരു പടം തന്നെയായിരുന്നു. ഇത് നല്ലാവെന്ന് വിചാരിക്കാം.
പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടം കർണാടകയിൽ നിന്ന് 6 ദിവസം കൊണ്ട് 75.62 കോടിയാണ് മൊത്തത്തിൽ നേടിയിട്ടുള്ളത്. എന്തായാലും വൻ കളക്ഷനാണ്. പിന്നെ നോർത്ത് അമേരിക്കയിൽ മാത്രം 10.6 മില്യണിലും കൂടുതൽ കളക്ഷൻ ആയിട്ടുണ്ട്. പിന്നെ ഹിന്ദിയിൽ നിന്ന് 6 ദിവസം കൊണ്ട് 375 കോടിയാണ് നേടിയിട്ടുള്ളത്. ഇന്ത്യയിൽ വൻ കളക്ഷനാണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്ന പോലെ തന്നെ 6ാമത്തെ ദിവസം 36 കോടിയാണ് നേടിയിട്ടുള്ളത്. പിന്നെ ഇതിന് സക്സസ് മീറ്റോ കടന്നിട്ടുണ്ട് നോർത്തിലൊക്കെ ആയിട്ട്. എന്തായാലും അവിടെ വെച്ചിട്ട് അതിന്റെ പ്രൊഡ്യൂസർ ആളുടെ തിയേറ്ററിൽ 6 ദിവസമായിട്ട് 5 സ്ക്രീനിലും ഫുൾ ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്ന പടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്ര ഗംഭീരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പെട്ടെന്ന് 1000 കോടി അടിക്കുന്ന പടമായി മാറിയിട്ടുണ്ട് പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള പടം. 6 ദിവസം കൊണ്ടാണ് 1002 കോടി അടിച്ചിട്ടുള്ളത്. അതിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ അല്ലു അർജുൻ നോർത്തിലുള്ള സക്സസിന്റെ സെലിബ്രേഷന്റെ സമയത്ത് വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ റെക്കോർഡ് വേഗം വേറെ ഏതെങ്കിലും പടം വന്ന് തകർക്കണം എന്നുള്ളതാണ്. അത് തമിഴായിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ ഏതാണെങ്കിലും ആയിക്കോട്ടെ, എന്നെങ്കിലാണ് ഇന്ത്യ വളരുന്നുണ്ട് എന്നുള്ള മനസ്സിലാവുള്ളൂ, ഭയങ്കര ഗ്രോത്ത് എന്നുള്ള മനസ്സിലാവുള്ളൂ എന്നുള്ള രീതിയിലാണ്. വെച്ചാൽ ഈ സമ്മറിന്റെ മുന്നേ അല്ലെങ്കിൽ 1, 2, 3 മാസത്തിന്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആള് നല്ല വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.